ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം സുഖക്കേടും മഹാസമാധിയും ഭാഗം 1. 1928 ഫെബ്രുവരി മാസത്തിൽ നാരായണ ഗുരുസ്വാമികൾ രോഗം ബാധിച്ച് കിടപ്പിലായിരിക്കുന്നുവെന്നുള്ള വർത്തമാനം രാജ്യം മുഴുവൻ പരന്നു. സ്വാമികൾക്ക് ഇതിനു മുമ്പ് പല പ്രാവശ്യവും ചില രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഠിനമായ വിഷൂചിക പോലും പിടിപെട്ടിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊന്നും ഉണ്ടാകാതിരുന്ന ഒരു ഉത്കണ്ഠയായിരുന്നു ജനങ്ങളെ ഈ അവസരത്തിൽ ബാധിച്ചിരുന്നത്. ഫെബ്രുവരി മാസം 23 ധർമ്മം പത്രത്തിൽ ഇങ്ങനെ ഒരു വർത്തമാനം പരസ്യം ചെയ്തു കണ്ടു. തൃപ്പാദങ്ങൾ ഹെർണിയ സംബന്ധിച്ചുള്ള സുഖക്കേടുകൊണ്ട് പാലക്കാട്ട് ഡോക്ടർ കൃഷ്ണൻ്റെ ചികിത്സയിലിരിക്കുന്ന വിവരം വായനക്കാർ അറിഞ്ഞിരിക്കുമല്ലോ. സുഖക്കേടിന് പറയത്തക്ക ആശ്വാസമായിട്ടില്ല. ക്ഷീണം കുറെ അധികമാണ്. പനിയുമുണ്ട്. മദ്രാശിയിൽ നിന്ന് ഡോക്ടർ പണ്ടാല വന്നു ദീനം പരിശോധിച്ചു തൃപ്പാദങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഈ വർത്തമാനത്തോടുകൂടി തൃപ്പാദങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രധാനികളായ പലരും, പല പൗരപ്രമാണികളും സമുദായ പ്രവർത്തകരും തൃപ്പാദങ്ങളുടെ കൂടെ തന്നെ വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് താമസിച്ചു വരുന്നുണ്ടെന്ന വർത്തമാനവും അറിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിച്ചു. വല്ല ശാസ്ത്രപ്രയോഗവും വേണ്ടിവരുമോ എന്നുള്ള ശങ്കയും തൃപ്പാദങ്ങളുടെ വാർദ്ധക്യത്തെ ആലോചിച്ചുള്ള ആശങ്കയും അവിടുത്തെ ഭക്തന്മാരെ പീഡിപ്പിച്ചു. ഈ അവസരത്തിൽ ഞങ്ങൾക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഹഠയോഗികളെപ്പറ്റി ഞങ്ങൾ പ്രാരംഭ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. യോഗസംബന്ധമായ പ്രാണായാമാദി അഭ്യാസങ്ങളാൽ ശരീരത്തെ മനസ്സിന് കീഴടക്കി ബലവത്താക്കുകയും രോഗാദികളെ ജയിക്കുകയും ദീർഘായുസ് സമ്പാദിക്കുകയും ചെയ്യുന്നതാണ് ഹഠയോഗത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ജ്ഞാനയോഗം ശീലിച്ച് അധ്യാത്മവിഷയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന മഹാത്മാക്കൾ ശരീരത്തെ വിലവയ്ക്കാറില്ല. അതുകൊണ്ട് അവർ ഹഠയോഗം ശീലിച്ചുവെന്നോ ശീലിച്ചാൽ തന്നെയും നശ്വരമായ സ്വന്തം ശരീരത്തിൻ്റെ ഗുണത്തിനായി അതിനെ ഉപയോഗിച്ചുവെന്നോ വരുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് ശരീരത്തിന് പ്രകൃതിക്കനുസരിച്ച് രോഗങ്ങൾ ബാധിക്കുകയും സാധാരണ മനുഷ്യരെ പോലെ ചികിത്സ കൊണ്ട് ഭേദമാക്കുകയും ചെയ്യും. നാരായണ ഗുരുസ്വാമികൾ വെറും ഹഠയോഗിയായിരുന്നില്ല. അദ്ദേഹം നശ്വരമായ ശരീരത്തെയല്ല, ശാശ്വതമായ ആത്മാവിനെയാണ് വിലവെച്ചത്. ഞങ്ങളിങ്ങനെ ഇവിടെ പറയേണ്ടി വന്നത്, സ്വാമികൾക്ക് രോഗം ബാധിച്ചപ്പോൾ കുറെ അറിവുള്ളവരായി വിശ്വസിക്കപ്പെടുന്നവർ പോലും സ്വാമിക്ക് രോഗം ബാധിക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹം യോഗിയാണെങ്കിൽ യോഗാഭ്യാസം കൊണ്ട് രോഗം ഭേദപ്പെടുത്തിക്കൂടെയോ എന്നും മറ്റും കുറെ പുച്ഛമായി സംസാരിച്ചിരുന്നത് കേട്ടതിനാലാണ്. ഫെബ്രുവരി 10 സ്വാമികൾ മദ്രാശിയിലെത്തി. പരേതനായ ഡോക്ടർ MC കോമൻ്റെ ബംഗ്ലാവിൽ പാർത്തു. ഡോക്ടർ കോമൻ്റെ വിധവയും മക്കളും സ്വാമികളെ ഭക്തിവാത്സല്യങ്ങളോടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. പ്രത്യേക ശുശ്രൂഷയ്ക്കായി നഴ്സുമാരെയും നിയമിച്ചു. ചികിത്സ ആരംഭിച്ചു. അല്പദിവസം ഇങ്ങനെ ചികിത്സ നടന്ന ശേഷം അല്പം സുഖമുണ്ടെന്ന് തോന്നിയെങ്കിലും രാജ്യത്ത് മടങ്ങി നാട്ടുചികിത്സ നടത്തണമെന്ന് സ്വാമികൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി ഒടുവിൽ പാലക്കാട്ടേക്ക് തന്നെ മടങ്ങി. ഡോക്ടർ കൃഷ്ണൻ്റെയും മറ്റും മേൽനോട്ടത്തിൽ പാലക്കാട്ട് വെച്ച് വിദഗ്ധന്മാരായ നാട്ടുവൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു. തിരുവിതാംകൂറിലും മലബാറിലുമുള്ള യോഗ്യന്മാരായ ഭിക്ഷുക്കരന്മാർ അവിടെ എത്തിച്ചേർന്നു. പാലക്കാട്ട് നിന്ന് സ്വാമികൾ വർക്കലയ്ക്ക് പുറപ്പെട്ടു. കൊല്ലത്തെത്തിയ ശേഷം അവിടെ വച്ച് ഡോക്ടർ MNN പണിക്കരും ഡോക്ടർ AK തമ്പിയും സ്വാമികളെ പരിശോധിക്കുകയും
താഴെ പറയും പ്രകാരം ഒരു പ്രസ്താവന പരസ്യം ചെയ്യുകയും ചെയ്തു. സ്വാമി തൃപ്പാദങ്ങളുടെ ഇപ്പോഴത്തെ ശരീരസ്ഥിതിയും മറ്റും താഴെ പറയും പ്രകാരമാണ് കാണുന്നത്. പനിയില്ല. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നല്ല പോലെ ഉറക്കമുണ്ടായിരുന്നു. ഇന്നലത്തേതിൽ നിന്നും ഇന്ന് ആശ്വാസം തോന്നുന്നതായി സ്വാമികൾ തന്നെ പറയുന്നുണ്ട്. ക്ഷീണമുണ്ട്. ആശങ്കയ്ക്ക് കാരണം കാണുന്നില്ല. ഏതായാലും സമാധികാലം അടുത്തിരിക്കുന്നുവെന്ന് സ്വാമികൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയതായി വിശ്വസിക്കുവാൻ കാരണങ്ങളുണ്ടായിരുന്നു. സമാധി വർക്കല ശിവഗിരിയിൽ വച്ചായിരിക്കണമെന്നും അവിടുന്ന് കരുതിയിരുന്നതാണ്. ഒരിക്കൽ ശിവഗിരിയിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇത് സമാധിക്ക് നല്ല സ്ഥലമാണെന്ന് ചില ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നതായും അറിയുന്നു. 1928 മാർച്ച് 11 സ്വാമികൾ കൊല്ലത്ത് നിന്ന് വർക്കലയിലെത്തി. ശിവഗിരി മഠം വക സത്രത്തിൽ താമസിച്ച് ചികിത്സ തുടങ്ങി. ചോലായിൽ മാമി വൈദ്യർ, പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ എന്നിവരുടെ ചികിത്സയിൽ തൽക്കാലം കുറേ സുഖം കണ്ടു. അതിനുശേഷം അഷ്ടവൈദ്യന്മാരിൽ ഒരാളായ തൈക്കാട്ട് ദിവാകരൻ മൂസ് അവർകളെ കൊണ്ട് ചികിത്സിച്ചു നോക്കി. ഇവർക്ക് പുറമെ ഡോക്ടർ കൃഷ്ണൻ തമ്പി തൃപ്പാദങ്ങളുടെ ശുശ്രൂഷയ്ക്കായി വർക്കല തന്നെ താമസിച്ചു. ഡോക്ടർ പണിക്കർ, ഡോക്ടർ പൽപ്പു എന്നിവർ ഊഴമിട്ട് ദിവസേന രോഗിയെ പരിശോധിച്ചു കൊണ്ടിരുന്നു. രോഗം ചില ദിവസങ്ങളിൽ വർദ്ധിച്ച നിലയിൽ കാണുകയും വേറെ ചില ദിവസം പെട്ടെന്ന് രോഗത്തിന് ആശ്വാസമുള്ളതായി കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. മെയ് മാസം 28 ഇങ്ങനെ ഒരു പ്രസ്താവന പരസ്യം ചെയ്തു. മറ്റു രോഗങ്ങൾക്ക് ആശ്വാസം കണ്ടതിന് ശേഷം കൂടി ആന്ത്രരോഗം ക്രമേണ അധികപ്പെട്ടു വന്നതിനാലും വാദപ്രകൃതികൾക്ക് വർക്കല അത്ര നല്ല സ്ഥലമല്ലെന്ന് സംശയമുള്ളതിനാലും ചികിത്സാർത്ഥം തൃപ്പാദങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മാറി താമസിച്ചു വരുന്നു. പേട്ടയിൽ കുത്തകക്കാരൻ ശ്രീമാൻ മാധു മുതലാളിയുടെ ബംഗ്ലാവിലാണ് വിശ്രമിക്കുന്നത്. അവിടെ എത്തിയ ശേഷം 2 ദിവസം കലശലായ പനിയും എക്കിളും ഉണ്ടായി. രണ്ടും ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. ക്ഷീണം ഇപ്പോൾ അധികമാവുകയല്ലാതെ കുറയുന്നില്ല. മേലാസകലം വേദനയുണ്ട്. ആന്ത്രവേദനയുടെ ആധിക്യം നിമിത്തം എണീറ്റിരിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഉറക്കവും ശരിയായിട്ടില്ല. തിരുവിതാംകൂറിൽ ഒരു പ്രസിദ്ധ വൈദ്യനായ ഡോക്ടർ നോബിൾ എന്ന സായുവിനെ വരുത്തി പരിശോധിപ്പിച്ച് ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ ആരംഭിച്ചിരിക്കുന്നു. കൂടെ താമസിക്കുവാനായി അദ്ദേഹം ഒരു ഡോക്ടറെ അയച്ചിട്ടുണ്ട്. പുറമെ ഡോക്ടർ തമ്പിയും ക്യാപ്റ്റൻ തമ്പിയും എപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. മാമി വൈദ്യരും കൃഷ്ണൻ വൈദ്യരും കൂടെ തന്നെയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഭക്തജനങ്ങൾ ധനം കൊണ്ടും ദേഹം കൊണ്ടും ശുശ്രൂഷയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. ഡോക്ടർ സോമർവെൽ എന്ന ആളെ കൂടി വരുത്തി പരിശോധിക്കുവാൻ തീർച്ചയാക്കിയിരിക്കുന്നു. സ്വാമികൾ തിരുവനന്തപുരത്ത് അധികം താമസിച്ചില്ല. ജൂൺ മാസം ആദ്യത്തെ ആഴ്ച വർക്കലയ്ക്ക് തന്നെ മടങ്ങി. വൈക്കര മൂസിനെ വീണ്ടും വരുത്തി പരിശോധിച്ചതിൽ സമാധാനിക്കത്തതായി ഒന്നും തന്നെ അഭിപ്രായപ്പെട്ടില്ല. ഇതിനിടയ്ക്ക് അനേക ഭക്തന്മാർ സ്വാമിയുടെ ചികിത്സയ്ക്കായി യഥാശക്തി സംഭാവന ചെയ്തുകൊണ്ടിരുന്നു. സ്വാമി തൃപ്പാദങ്ങൾ ഇങ്ങനെ കഠിന രോഗത്തിൽ കിടന്നിരുന്ന അവസരത്തിൽ നടന്ന ഒരു സംഭവം 1104 ചിങ്ങം 12 ധർമ്മം പത്രത്തിൽ പരസ്യം ചെയ്തതും താഴെ ചേർക്കുന്നു. തിരുവിതാംകൂറിൽ വക്കത്ത് നമ്പർ വിളാകത്ത് മാർത്താണ്ഡൻ എന്നയാളുടെ മകൾ ഭഗീരഥി എന്ന 15 വയസ്സുള്ള പെൺകുട്ടിക്ക് 2 മാസം മുമ്പ് എന്തോ ബാധോപദ്രവം തുടങ്ങി എപ്പോഴും ഹൂ ഹൂ എന്ന ഒരു തേങ്ങിക്കരച്ചിലോടുകൂടി നടക്കാനും സംസാരിക്കാനും വയ്യാതെ കിടന്നിരുന്നു. പല ചികിത്സകളും മന്ത്രവാദവും നടത്തി നോക്കുകയും ചിറയിൻകീഴ് ഡോക്ടർ പൽപ്പു കുത്തിവെക്കുകയും ചെയ്തിട്ടും
യാതൊരു ഗുണവും ഉണ്ടായില്ല. ചിറയിൻകീഴ് കുഞ്ഞുശങ്കരൻ ജ്യോത്സ്യൻ കണ്ട പ്രതിവിധി പ്രകാരം ഈ മാസം 9-ന് കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ടുവന്ന് ശിവഗിരിയിൽ തൃപ്പാദങ്ങളെ സന്ദർശിച്ചപ്പോൾ എണീറ്റ് നടക്കുവാനായി തൃപ്പാദങ്ങൾ കൽപ്പിക്കുകയും കുട്ടി എണീറ്റ് നടക്കുകയും ബാധോപദ്രവം മാറിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ബാധ തുടങ്ങിയതിൽ പിന്നെ സംസാരിച്ചിട്ടില്ലാത്ത കുട്ടിയുടെ രോഗമെല്ലാം മാറി സംസാരിച്ചുകൊണ്ട് വീണ്ടും പതിവ് പോലെ നടന്നു തുടങ്ങിയിരിക്കുന്നു. തൃപ്പാദങ്ങളുടെ രോഗം ക്രമേണ അധികപ്പെടുകയാണ് ചെയ്തത്. പാശ്ചാത്യ വൈദ്യവിദഗ്ധന്മാരാലും പൗരസ്ത്യ ഭിഷക്കുരന്മാരാലും ചികിത്സിക്കപ്പെട്ടുകൊണ്ടും ഭക്ത ശിരോമണികളായ സന്യാസി ശിഷ്യന്മാരാൽ വാത്സല്യപൂർവം ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ടും അനേകായിരം ജനങ്ങളാൽ രോഗശമനാർത്ഥം ഉത്കണ്ഠാപൂർവം പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടും ആ മഹാത്മാവ് രോഗശയ്യയിൽ തന്നെ കിടക്കുന്നു. നമ്മൾ എന്തിനധികം വിളംബിക്കുന്നു? കേരളത്തിലെ ജാതി വ്യത്യാസത്തെ ഇല്ലായ്മ ചെയ്ത അനേക ലക്ഷം പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ഏറ്റവും യുക്തമായ മാർഗങ്ങൾ ഉപദേശം കൊണ്ടും ഉദാഹരണം കൊണ്ടും കാണിച്ചു കൊടുത്ത നമ്മുടെ മാതൃഭൂമിക്ക് ശ്രേയസ്കരമായ ഒരു ഭാവിയെ പ്രതീക്ഷിക്കാവുന്ന നിലയെ സൃഷ്ടിച്ച ആ മഹാ തേജസ് 72 കൊല്ലം നിവസിച്ച ശരീരപഞ്ചരം 1928 സെപ്റ്റംബർ മാസം 20-ന് വ്യാഴാഴ്ച വൈകുന്നേരം 3:30 മണിക്ക് ഉപേക്ഷിച്ച് സമാധിയാവുകയും ചെയ്തു. ശേഷം അടുത്ത ഭാഗത്തിൽ.